സംസ്ഥാനത്ത് നിന്ന് കാലവർഷം പോയിട്ടില്ല. സംസ്ഥാനത്ത് നിന്ന് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് തുടരുന്നത്. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, ഇപ്പോഴും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകൾ തുടരുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? രോഹിണി, സംസ്ഥാനത്ത് 9 ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ പ്രത്യേകിച്ച് അലേർട്ടുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. എന്നാലും വരും മണിക്കൂറിൽ ശക്തമായ മഴയും അതുപോലെ തന്നെ കാറ്റുമുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാലും പ്രളയ സാധ്യത ഉണ്ടാകും എന്നൊരു കണക്കുകൂട്ടൽ കൂടിയുണ്ട് ഈ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്. കാരണം കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തീരപ്രദേശത്തോട് ചേർന്ന് വൻ തിരമാലകളാണ് കഴിഞ്ഞ മണിക്കൂറിലെല്ലാം തന്നെ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മണിക്കൂറിലെല്ലാം ഈ ഒരു ശക്തമായ തിരമാലകളുടെ സാന്നിധ്യം വളരെ വലുതായി തന്നെ ഈ ഒരു തീരങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ 35 മുതൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും അതുപോലെ തന്നെ തിരമാലകളുടെ വ്യാപ്തി വർദ്ധിക്കാനുമുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ തീരദേശ പഠന വകുപ്പും ഇത് തന്നെയാണ് മുന്നറിയിപ്പായി നൽകുന്നത്. മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുത്, തീരപ്രദേശവാസികളോട് തീരത്തിനോട് ചേർന്ന് പോകരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ ഒരു വിനോദത്തിനോ അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിനോ ആയി ബോട്ടുകളിൽ കടലിലേക്ക് പോകരുതെന്നൊരു നിയന്ത്രണമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ എല്ലാം തന്നെ ഒരു ശക്തമായ മഴ, കാറ്റോടുകൂടി ശക്തമായ മഴയ്ക്കുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. 9 ജില്ലകളിൽ മാത്രമാണ് ഇപ്പോൾ അലേർട്ടുകൾ നൽകിയിരിക്കുന്നത്. വരും മണിക്കൂറിൽ ഈ അലേർട്ടുകളിൽ വ്യതിയാനം സംഭവിക്കാമെന്നൊരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം കാലാവസ്ഥയാണ്, മാറ്റങ്ങൾ ഉണ്ടാകാം, ഏത് മണിക്കൂറിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത്. എന്തായാലും കർണാടക തീരങ്ങളിൽ നിന്ന് ആ ഒരു കാറ്റിൻ്റെയും അതുപോലെ തന്നെ കാലാവസ്ഥയുടെയും വ്യതിയാനം മാറുന്നതനുസരിച്ച് തീരപ്രദേശങ്ങളിൽ തിരുവനന്തപുരം അതുപോലുള്ള കൊല്ലം മറ്റ് തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ മഴയ്ക്കുമുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. രോഹിണി. ശരി ശ്രീനന്ദ, എന്തായാലും സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണ്. മഴ മുന്നറിയിപ്പ്, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെയുണ്ട്. അതിശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുകൾ കൂടി വരുന്നുണ്ട്. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.